കഴിഞ്ഞ് കുറേ വർഷങ്ങൾ നമ്മൾ എത്രയാ കഷ്ടപ്പെട്ടതല്ലേടി. എങ്ങനെ അതൊക്കെ കടന്നുപോയി. ഓർക്കുമ്പോൾ പേടിയാണ്. പണിക്ക് പോകാൻ ഒരു സൈക്കിൾ മേടിച്ചത് തന്നെ എത്ര കഷ്ടപ്പെട്ടല്ലേ. എത്ര കഷ്ടപ്പെട്ടാലും അതിന് ഫലമില്ലാതെ പോയല്ലോ ചേട്ടായി. രണ്ടു മക്കളും നമ്മളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ. അവർക്ക് വേണ്ടി അതുപോലെ കഷ്ടപ്പെട്ടതാണോ നമ്മുടെ തെറ്റ്? നമ്മുടെ കഷ്ടപ്പാടൊക്കെ അവരെങ്ങനെ അറിയാനാണ്? അതോ അവരെ നമ്മുടെ കഷ്ടപ്പാട് അറിയിക്കാതെ വളർത്തിയതാണോ തെറ്റ്? എനിക്കൊന്നും അറിയില്ല ചേട്ടായി. പിറന്നാളല്ലേ അടുത്ത ആഴ്ച, ജനുവരി 2-ന്. നിങ്ങൾക്ക് അങ്ങനെ 60 വയസ്സായി. പറഞ്ഞതുപോലെ ഷഷ്ഠപൂർത്തി ആയല്ലോ. അതിനെങ്കിലും പിള്ളേർ വരുമെന്ന് ഞാൻ വിചാരിച്ചു. വെറുതെയാ, അവരൊന്നും കിടത്തില്ല. കുട്ടികളെ വളർത്താൻ കഷ്ടപ്പെടുന്നതിനിടയിൽ നമ്മൾ ജീവിക്കാൻ മറന്നു. നിനക്ക് നല്ലൊരു സാരി വാങ്ങിത്തരാൻ എനിക്ക് പറ്റിയിട്ടില്ല. എനിക്ക് നല്ല ഉടുപ്പൊക്കെ ഇടണം എന്നുണ്ടായിരുന്നു. പക്ഷേ കുട്ടികളെ നല്ലതിരട്ടെ എന്ന് വിചാരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങിക്കൊടുത്തു. രാവും പകലുമില്ലാതെ പണിയെടുത്തു. അവർക്ക് വേണ്ടി അവസാനം ഞാൻ രോഗിയായി. പൈസ ഒന്നും അയച്ചു തരണ്ട, ഒന്ന് വന്ന് കണ്ടാൽ മതിയായിരുന്നു. എന്താടി നമ്മുടെ മക്കൾ ഇങ്ങനെയായി പോയത്? നമ്മൾ സ്നേഹിച്ചു വളർത്തിയതിന്റെ കുറ്റാണ്. എനിക്കറിയില്ല. സാരിയില്ലെന്നേ, ഓരോന്നോർത്ത് വിഷമിക്കണ്ട. നമുക്ക് വിധിച്ചല്ലേ വരൂ. നിങ്ങൾക്ക് ഞാനില്ലേ, അത് പോരെ. വാ, ഒന്ന് കിടക്ക്, സമയം ഒത്തിരിയായി.